जो भी आंसू बहे मेरे सरकार के सबके सब अब्र रहमत के चीज बन गए. നബിയെ കുറിച്ച് പറയപ്പെട്ട എന്തൊക്കെ വാക്കുണ്ടോ അതൊക്കെ തണൽ നൽകുന്ന കാരുണ്യത്തിന്റെ കാർമേഘമായി പോയി. ഹോ ഗയി രാത് ജബ് സുൽഫ് ടഹരാ ഗയി ജബ് കെ തബസ്സും കി ചാന്ദനി ബൻ ഗയി. ഞാൻ രാത്രി ഉറങ്ങാൻ കിടന്ന് എന്റെ ചുറ്റുവട്ടത്തും ഇരുട്ട് മൂടിയപ്പോ ആ രാത്രിയുടെ ഇരുട്ടിൽ പ്രകാശം പോലെ പരിശുദ്ധ നബിയുടെ പുഞ്ചിരി തിളങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. കോൻ ഹേ ജോ തലബ്ഗാർ ജന്നത്ത് നഹി യേ ബി തസ്ലീം ജന്നത്ത് കദമീ നഹി. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗ്ഗത്തെ ആഗ്രഹിക്കാത്തവരാര്? പക്ഷേ നബിയെ കുറിച്ച് പറയുന്ന ഈ സദസ്സും ഒരു സ്വർഗമല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ മദീനയിൽ വന്നുകൊണ്ട് ഒരാൾ മസ്ജിദിൽ കയറിക്കൊണ്ട് ദുആ ചെയ്യാൻ തുടങ്ങിയ ആ ആളുടെ അടുക്കലേക്ക് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നുകൊണ്ട് ആ സഹോദരനോട് പറഞ്ഞു, സഹോദരാ, ദുആ ചെയ്യുന്നതിന് മുമ്പ് ചില ചട്ടവട്ടങ്ങളൊക്കെ പാലിച്ചിട്ട് ദുആ ചെയ്യ്, എന്നാലേ ആ ദുആ വേണ്ട പോലെ സ്വീകരിക്കപ്പെടൂ. ആദ്യമായി നീ അല്ലാഹുവെ സ്തുതിക്ക് ദുആ ചെയ്യും മുമ്പ് അൽഹംദുലില്ലാഹ്. രണ്ടാമതായി നീ അവന്റെ നബിയുടെ മേൽ സലാത്ത് ചൊല്ല്. എന്നിട്ട് നിനക്ക് പറയാനുള്ളത് റബ്ബിനോട് പറയ്, അവൻ സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ നബിയെ വീണ്ടും മദ്ഹ് ചെയ്യാനുള്ള മോഹത്തെ അള്ളാഹു നിറവേറ്റിത്തരാനുള്ള ആഗ്രഹത്തോടെ നിയ്യത്ത് വെച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ ജ്യേഷ്ഠനും അനുജനും പെങ്ങളും ഉമ്മയും നിയ്യത്ത് വെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ 3 സ്വലാത്ത് ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അനുഗ്രഹങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം സഹിച്ചുകൊണ്ട് ഈ ലോകത്ത് വെളിച്ചം കാട്ടിയ പരിശുദ്ധ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീണ്ടും വീണ്ടും മദ്ഹ് ചെയ്യുന്ന സലാത്തിന്റെ ഇത്തരം മദ്ഹിന്റെ ഹുബ്ബിന്റെ സലാത്തിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കാൻ അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹം ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഇതാ സമയം വൈകുമ്പോൾ ചുരുക്കി പറയാൻ വേണ്ടിയിട്ട് ഫാത്തിമയിലേക്ക് പ്രവേശിച്ച ഈ വിഷയം, ഫാത്തിമയുടെ ജീവിതത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ്. അതാണ് ഫാത്തിമ. എന്താണ് ഫാത്തിമ? ഏതാണ് ഫാത്തിമ? നബി തിരുമേനി വിഷമങ്ങൾ സഹിക്കാൻ കുടുംബത്തെ എപ്പോഴും പ്രേരിപ്പിച്ചു. അനുഗ്രഹങ്ങൾ വരുമ്പോ മറ്റുള്ളവരോട് അത് പങ്കുവെക്കാൻ ആവശ്യപ്പെട്ടു. ബദർ വന്നപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബക്കാരനായ ഇബ്നു ഹാരിസിനോട് പറഞ്ഞു, ബദറിൽ പോയിട്ട് പടവെട്ടുക, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിലേക്ക് പറഞ്ഞയച്ചു. മൂത്താ യുദ്ധത്തിലേക്ക് ജഅഫറിനെ നിയോഗിച്ചു. ഒക്കെ കുടുംബക്കാർ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ട ഘട്ടം വരുമ്പോ നബി കുടുംബക്കാരെ മുന്നിൽ നിർത്തി. അനുഗ്രഹങ്ങളുടെ ഒരവസരം വരുമ്പോ ലോകത്തിന്റെ ചരിത്രത്തിൽ മഹതികളായ സ്ത്രീകളെ കാണുന്നു. അവരുടെ പേര് ഇപ്രകാരം എണ്ണിപ്പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹീമിന്റെ പത്നി ഹാജറ, മൂസാ നബിയെ പോറ്റി വളർത്തിയ ആസിയ, ഫിർഔന്റെ പത്നി, ഈസാ നബിയെ പോറ്റി വളർത്തിയ മറിയം, പരിശുദ്ധ നബിയുടെ സഹധർമ്മിണിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഇവരാണ് ലോക ചരിത്രത്തിലെ നായകന്മാരായിട്ട് നബി പറയുന്നത്. അവരുടെ കൂടെ നബി എടുത്തു പറയുന്നു തന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇന്ന് പേരുകൾ പോലും ആളുകൾക്ക് മറഞ്ഞു പോകുന്ന കാലമാണ്. ഇന്ന് ഓരോ വീട്ടിൽ ചെന്നിട്ട് കുട്ടികളുടെ പേര് ചോദിച്ച് പരിചയപ്പെടാൻ പോലും മടിയാണ്. എന്തെങ്കിലും പേരായിരിക്കും. ചിലർക്ക് നായ്ക്കുട്ടിയുടെ പേര്, ചിലർക്ക് റോക്കറ്റിന്റെ പേര്, ചിലർക്ക് കാറിന്റെ പേര്, ചിലർക്ക് ഏതെങ്കിലും നടിയുടെ പേര്, ചിലർക്ക് ഏതെങ്കിലും നടന്റെ പേര്, ചിലർക്ക് വേറെ ഏതെങ്കിലും ആഭാസമുള്ള പേര്, ചിലർക്ക് പിന്നെ വിവരക്കേട് കൊണ്ട് അർത്ഥം ചിന്തിക്കാതെ എന്തെങ്കിലും തോന്നിവാസം പോലും അർത്ഥമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പേര്. അതാണ് ഇന്ന് പെണ്ണുങ്ങൾക്ക് പോലും മക്കൾക്ക് പേര് കൊടുക്കാൻ താല്പര്യം. അതിനിടയിൽ എവിടെ ഹാജറ, അതിനിടയിൽ എവിടെ ആസിയ, അതിനിടയിൽ എവിടെ ആയിഷ, അതിനിടയിൽ എവിടെ മറിയം, അതിനിടയിൽ എവിടെ ഖദീജ, അതിനിടയിൽ എവിടെ ഫാത്തിമത്തുസ് സഹ്റ ബതൂൽ.
റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മഹദീമണി ഫാത്തിമ, വനിതാമണി ഫാത്തിമ, മാതൃകാമണി ഫാത്തിമ, സ്ത്രീത്വത്തിന്റെ യശസ്സാർന്ന വെളിച്ചത്തിന്റെ ഗോപുരമേ ഫാത്തിമ. ഫാത്തിമ ബീവിക്ക് എത്രയെത്ര പേരുകളാണ് ഗ്രന്ഥങ്ങളിൽ ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിരിക്കുന്നതെന്നറിയുമോ? ചില പേരുകൾ ഇവിടെ ഓർത്തു പോവുകയാണ്. സാഹിദ, ഫാത്തിമ ബീവിയുടെ പേരുകളാണ് സാബിറ, മുജാഹിദ, ആബിദ, താഹിറ, മുതഹറ, സക്കിയ, റാലിയ, മർലിയ, ബത്തൂൽ. എത്രയെത്ര പേരുകളാണ് ഫാത്തിമ ബീവിക്ക്. പക്ഷേ ഫാത്തിമ ബീവിക്ക് ഒരു പേര് അവിടുത്തെ പിതാവ് നൽകി. സയ്യിദത്തു നിസാഇൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ വനിതകളുടെയും സ്ത്രീകളുടെയും നായികയാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ആ ഫാത്തിമയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാത്രമേ ഇപ്പൊ നിങ്ങൾ ഈ സദസ്സിലിരിക്കാവൂ. മറന്നേക്ക്, ഇന്നത്തെ ഡേറ്റ് മറന്നേക്ക്, ചുറ്റുപാട് മറന്നേക്ക്, ഫാത്തിമയെ മാത്രം ഓർത്തേക്ക്. ഒരു പിതാവിനെ ഓർക്ക്, ആ പിതാവിന്റെ കൈപിടിച്ച് കൂടെ നൽകുന്ന ഒരു മകളെയും ഓർക്ക്. പരിശുദ്ധ മുഹമ്മദിനെ ഓർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈപിടിച്ച് പിന്നാലെ നടക്കുന്ന ഫാത്തിമ ബീവിയെ ഓർക്ക് റളിയല്ലാഹു തആല അൻഹാ. എന്തോ ഒരു ബന്ധമായിരുന്നു ഈ പിതാവും മകളും തമ്മിലുള്ള ബന്ധം. നബിയുടെ വീടും ഫാത്തിമ ബീവിയുടെ വീടും തൊട്ടടുത്തായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു ജനലുണ്ടായിരുന്നു, ഫാത്തിമ ബീവിയുടെ വീട്ടിലും ഒരു ജനലുണ്ടായിരുന്നു. ഈ രണ്ട് ജനലുകൾ ചരിത്രത്തിലെ വിലപ്പെട്ട ജനവാതിലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്റെ ജനൽ തുറക്കും ഫാത്തിമയുടെ വീട്ടിലേക്ക് നോക്കാൻ. ഫാത്തിമ വീട്ടിലെ ജനൽ രാവിലെ തുറക്കും. ആ ജനലിലൂടെ റസൂലിന്റെ മകൾ ഇങ്ങോട്ടും നോക്കും. രണ്ടാളുടെയും ആദ്യത്തെ ജീവിതത്തിലെ രാവിലെയുള്ള ആദ്യത്തെ പരിപാടി, പിതാവ് മകളെ കാണാൻ തന്റെ വീടിന്റെ ജനൽ തുറക്കുന്നു, മകള് പിതാവിനെ കാണാൻ തന്റെ വീടിന്റെ ജനൽ തുറക്കുന്നു. പ്രഭാതമേ ആ ജനൽ, പരിവർത്തനത്തിന്റെ കവാടമേ ആ ജനൽ, ഇരു ലോകങ്ങളുടെ വാതിലേ ആ ജനൽ, പരിശുദ്ധ പിതാവിന്റെ പരിശുദ്ധ പുത്രിയുടെ വാസസ്ഥാനത്തിന്റെ ജനവാതിലേ, ഇരു സ്വർഗത്തിലേക്ക് തുറക്കേണ്ട വാതിലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ആ കവാടം. ഈ ജനലാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. ഒരു പിതാവ് ഒരു ജനൽ തുറക്കുന്നു, മകളുടെ ജനൽ അതേ സമയത്ത് തുറക്കുന്നു. എപ്പോഴും മകളെ കാണാൻ ആഗ്രഹം തോന്നുന്ന പിതാവ്, എപ്പോഴും പിതാവിനെ കാണാൻ കൊതിക്കുന്ന മകള്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങോട്ടെങ്കിലും യാത്ര പുറപ്പെടുമ്പോൾ, അത് യുദ്ധത്തിനെങ്കിൽ യുദ്ധത്തിന്, മറ്റു വല്ല ദീനിയായ പ്രവർത്തനങ്ങൾക്കെങ്കിൽ അതിന്, അതുപോലുള്ള ഉജ്ജ്വലമായ യാത്രകൾ നടത്തുകയാണെങ്കിൽ, ജനങ്ങൾക്കിടയിൽ നന്മ പഠിപ്പിക്കാൻ പ്രചരിപ്പിക്കാനുള്ള യാത്രകൾ പോവുകയാണെങ്കിൽ, ആദ്യം റസൂല് ചെയ്യുന്ന, അവസാനം നബി തിരുമേനി എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ചെയ്യുന്ന പണി, 2 റക്അത്ത് നമസ്കരിച്ച് യാത്ര പുറപ്പെടുമ്പോൾ അവസാനം ചെയ്യുന്ന പണി ഫാത്തിമയെ സന്ദർശിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ ചെന്ന് കാണുന്നു. എങ്ങോട്ടെങ്കിലും പോകുമ്പോ അവസാനം ഫാത്തിമയെ കാണും, എവിടുന്നെങ്കിലും വരുമ്പോ ആദ്യം ഫാത്തിമയെ കാണും. ആലോചിച്ച് നോക്കൂ. എവിടുന്നെങ്കിലും മടങ്ങി വരുമ്പോ ആദ്യം ചെയ്യുന്ന പണി ഫാത്തിമ. എങ്ങോട്ടെങ്കിലും പോകുമ്പോ എല്ലാ ജോലികളും തീർത്ത് അവസാനം ചെയ്യുന്ന പണി ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹായെ ചെന്ന് സന്ദർശിക്കുന്നു ഈ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഞാൻ ഒരു ദിവസം റസൂലിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക, ഞാൻ അങ്ങയുടെ മേലുള്ള സലാത്തിനെ ധാരാളമായിട്ട് പെരുപ്പിച്ച് ചൊല്ലുന്നയാളാണ്. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, എത്ര സലാത്ത് ഞാൻ അങ്ങയുടെ മേൽ ഓരോ ദിവസവും എന്റെ ദുആയുടെ കൂട്ടത്തിൽ ചൊല്ലണം. ഫഖാല, അവിടുന്ന് എന്നോട് മറുപടി പറഞ്ഞു, മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്ന അത്ര ചൊല്ലിക്കോ എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞു. ഖുൽതു, ഞാൻ വീണ്ടും ചോദിച്ചു. എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം, എന്നിട്ട് മതി പ്രസംഗം. ഒരു പ്രസംഗം വേണ്ട. പ്രസംഗത്തിന് ഈ ലോകത്തൊരു പഞ്ഞില്ല. ടേപ്പ് റിക്കാർഡും പ്രസംഗവും ബുക്കും പ്രസംഗം നിറഞ്ഞിക്കണം. പ്രവൃത്തിയാണ് കമ്മി. അറിയോ? കമ്മി പ്രവർത്തിക്കാണ്. എവിടെയെന്ന് പ്രസംഗത്തിന്റെ കമ്മി? എവിടെയെന്ന് ആൾക്കാർക്ക് അറിവിന്റെ കമ്മി? ആൾക്കാർക്ക് ആർക്കാ അറിയാത്തത് മദ്യം തിന്മയാണെന്ന്, എന്നിട്ടും കുടിക്കുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ. ആൾക്കാർക്ക് ആരാ അറിയാത്തത് വ്യഭിചാരം പാപമാണെന്ന്, എന്നിട്ടും പോകുന്നുണ്ടല്ലോ സംഘടിച്ച്. ആൾക്കാർക്ക് ആർക്കാ അറിഞ്ഞുകൂടാത്തത് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണെന്ന്, എന്നിട്ടുണ്ടാവല്ലോ ഇടക്കിടക്ക് മുടക്കുന്നവരും തോന്നിയ സമയത്ത് നിസ്കരിക്കുന്നവരും.